അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെ വീർപ്പുമുട്ടുകയാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡുകളിൽ എത്തുന്നവർ. ശുചിമുറിയോ ഇരിക്കാനുള്ള സൗകര്യമോ ഇവിടെയില്ല. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ബസ് സ്റ്റാൻഡിനാണ് ഈ ദുർഗതി. പ്രശ്നം ചൂണ്ടിക്കാട്ടി പലതവണ അധികാരികളെ സമീപിച്ചെങ്കിലും നടപടിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ദിനംപ്രതി നിരവധി ആളുകൾ എത്തുന്ന ഇടമാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗങ്ങൾ. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖല. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നതും സ്വകാര്യ ബസ്സിനെയാണ്. എന്നാൽ ബസ് കയറുന്നതിനായി സ്റ്റാൻഡിലെത്തിയാൽ ഇരിക്കാൻ ഒരു ഇരിപ്പിടമില്ല ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും. ബസ് കാത്തുനിൽക്കാൻ ഒരുക്കിയിരിക്കുന്നിടത്ത് ഇരുചക്രവാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ മേഖലകളിലെ ബസ് സ്റ്റാൻഡുകളിലെ ശുചിമുറികളാണ്. എന്നാൽ ഫോർട്ട് കൊച്ചി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന ആളുകൾക്ക് മൂക്കുപൊത്തി വേണം ശുചിമുറി ഉപയോഗിക്കാൻ. മട്ടാഞ്ചേരിയിൽ അതുമില്ല. ടോയ്ലറ്റ് ഇഷ്യൂ വളരെ പ്രധാനമാണ്. കാരണം ലേഡീസിനൊക്കെ വന്ന് പെട്ടെന്ന് പോകുന്നിടത്താൽ ആരുമില്ല. പുരുഷന്മാർക്കൊക്കെ എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കാം. അത് എന്ത് പറയാനാണ്, ആരോടും പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ. ഫോർട്ട് കൊച്ചി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് വെളിച്ചമില്ലാത്തത്. 6:30 കഴിഞ്ഞാൽ പ്രദേശത്ത് വെളിച്ചമില്ല. പലപ്പോഴും ഇതുമൂലം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. ഒരു 6:30 മണിക്ക് ശേഷം കനത്തിരിട്ടാണ്. കാരണം ഒരു ലൈറ്റ് പോലും ഇല്ല, ഒറ്റ ലൈറ്റ് പോലും ഇല്ല രാത്രി. പിന്നെ അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരൊക്കെ ശല്യം കൊണ്ടുള്ള സ്റ്റാൻഡിലേക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ ഒരു വെട്ടം വെളിച്ചമൊക്കെ വേണമല്ലോ. അത് തന്നെ ഒരു 7 മണിയാക്കിയാൽ വെട്ടം വെളിച്ചമൊന്നും ഇല്ല ഇവിടെ. ടോയ്ലറ്റും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ ആകന ബുദ്ധിമുട്ടാണ്. ഇത്ര പൈസ ആകന ബുദ്ധിമുട്ടായിട്ട്. വിഷയം ചൂണ്ടിക്കാട്ടി നിരവധി തവണയാണ് പല ആളുകളും അധികാരികൾക്ക് മുൻപിലെത്തിയത്. എന്നാൽ യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന പരിഗണനയെങ്കിലും നൽകണമെന്നാണ് ഇവർ പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചി. പക്ഷേ ഫോർട്ട് കൊച്ചിയിലെത്തുന്ന ഒട്ടുമിക്ക വിനോദസഞ്ചാരികൾക്കും എന്നും ദുരവസ്ഥ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് ഫോർട്ട് കൊച്ചി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ. ഇത് ഫോർട്ട് കൊച്ചി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മാത്രം അവസ്ഥയല്ല, മട്ടാഞ്ചേരിയിലും ഇതിന് സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണുള്ളത്. കൊച്ചിയിൽ നിന്നും വിനോദിനൊപ്പം ആൻമരിയ സനി, 24. പൊതുജനം കഴുതയല്ല സാർ. നമ്മുടെ ഈ ചെറിയ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ടൂറിസം. അതുകൊണ്ട് വിനോദസഞ്ചാര മേഖലയിലെ എല്ലാ തരത്തിലും അതിനെ പരിപോഷിപ്പിക്കാനുള്ള ശ്രമങ്ങളും പദ്ധതികളും സ്വപ്ന പദ്ധതികളും ഒക്കെ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് വിദേശികൾ എത്തണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ ശുചിമുറികളെങ്കിലും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദ കൂടിയാണ്. അതുപോലും ഇല്ലാത്ത ഒരു ദുരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയിരിക്കുന്നു. അതാണ് മട്ടാഞ്ചേരിയിലെയും ഈ ഫോർട്ട് കൊച്ചിയിലെയും ഒക്കെ ബസ് സ്റ്റാൻഡുകൾ, അവിടുത്തെ കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത് പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതോടൊപ്പം തന്നെ ഈ സംവിധാനങ്ങളും അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അതിന് എങ്ങനെയാണ് ഈ ശുചിമുറികളും ഈ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ വെടിപ്പോടുകൂടി വൃത്തിയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ടത് എന്നതിൽ ഒരു തീരുമാനവും അതിലൊരു നടപടിയും ഉണ്ടാകണം. അപ്പോൾ മാത്രമേ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇത് ദൈവത്തിന്റെ ഒരു സ്വന്തം നാടായി അനുഭവപ്പെടുകയുള്ളൂ. അതില്ലെങ്കിൽ അത് വെറും ഒരു ക്യാപ്ഷൻ മാത്രമായി ഒതുങ്ങും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.